ഹലോ എവ്രി വൺ. ഇന്നിപ്പോൾ ന്യൂ ഇയർ ആണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. പഴം പഴുത്തതുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പഴം ഞാൻ നന്നായിട്ട് മാഷ് ചെയ്ത ശേഷം ഗോതമ്പ് മാവ് ആവശ്യത്തിനിട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. എന്നതിന് ശേഷം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇതിന് കറിയുടെ ആവശ്യവും ഇല്ല. നല്ല മധുരമുള്ളത് കാരണം നമുക്ക് പ്ലെയിനായിട്ട് തന്നെ കഴിക്കാനും പറ്റും. അങ്ങനെ രാവിലെ ഞാൻ ബനാന ഈ പഴുത്ത പഴം വെച്ചിട്ടുള്ളൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം. ഞാൻ എണ്ണയാണ് തേച്ചത്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിയും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇത് കൂടാതെ ഞാൻ ദോശയും ചട്നിയും അതും ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണല്ലോ, 2025. വെൽക്കം 2025. അപ്പോൾ പിന്നെ സ്പെഷ്യലായിട്ടെന്നാൽ ശരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം ബിരിയാണി പരിപാടി തുടങ്ങി. മസാലയൊക്കെ ചേർത്തു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മസാലയിൽ ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പച്ചമുളക്, പിന്നെ മല്ലിയില, പുതിന ഇല ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടായി ചൂടാക്കിയിട്ട് നെയ്യും ആഡ് ചെയ്തു, എണ്ണയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഏലക്കയും കുറച്ച് പെരിഞ്ജീരകം, പിന്നെ സവാളയാണ് കട്ട് ചെയ്തിരിക്കുന്നത് നീളത്തിൽ. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയ്ക്ക് ഒന്ന് ആയി വരുമ്പോൾ നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മസാല ആ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പച്ച മണയ്ക്ക് പോകണം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം നല്ല മണമാണല്ലോ. എന്നിട്ട് തക്കാളി ഒരു 3 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ തൈരും എടുത്തിട്ടുണ്ട്. തൈര് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ തൈരും ആഡ് ചെയ്ത ശേഷം നമ്മുടെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ റെഡി ആവട്ടെ. ഇനിയിപ്പോൾ ചോറ് വെക്കാനായിട്ട് ഞാൻ നമ്മുടെ ജീരകശാല റൈസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ½ ആൻ അവർ ഉപ്പും ചേർത്തിട്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം വെള്ളവും ഡ്രെയിൻ ചെയ്ത ശേഷം നെയ്യിൽ നമ്മൾ ഹോൾ സ്പൈസസൊക്കെ ഇട്ട ശേഷം ഈ അരി ഇട്ടൊന്ന് വറുക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. അത് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അരിയൊക്കെ പൊട്ടിത്തുടങ്ങി. ഇപ്പോൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഈ ചൂടുവെള്ളത്തിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്യണം. പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പും ആഡ് ചെയ്തു. ഇതിപ്പോൾ നാരങ്ങ ജ്യൂസും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ച് നമ്മുടെ റൈസ് കുക്ക് ചെയ്തെടുക്കാം. നല്ല പാകത്തിന് വെന്ത് കിട്ടും ഈ അളവിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് റെഡിയായി. അവിടെ ചിക്കൻ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനും റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ ലെയർ ചെയ്യാണ്. ആദ്യം ചിക്കൻ കറി ഒഴിച്ചു. അതിൻ്റെ മുകളിൽ അരി ഇട്ടു. അരിയല്ല, ചോറ്, വെന്ത റൈസ്. എന്നിട്ട് വീണ്ടും ചിക്കൻ കറി. പിന്നെ അതിൻ്റെ മുകളിൽ റൈസ്. ഇടയിൽ മറ്റേ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. പിന്നെ നെയ്യ്, 1 സ്പൂൺ നെയ്യും ഇതുപോലെ അങ്ങോട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ച ശേഷം ദമ്മിലിട്ടു. ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ബിരിയാണി പോട്ട് വെച്ചു. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ദമ്മിലിട്ടു. അങ്ങനെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും റെഡിയായി. അപ്പോൾ ന്യൂ ഇയറിന് ഞങ്ങൾ നല്ല ടേസ്റ്റി ചിക്കൻ ബിരിയാണിയും കഴിച്ചു. അപ്പോൾ നല്ല ഹാപ്പി ന്യൂ ഇയറുമാണ്. അപ്പോൾ ഫുഡും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ച് ആഘോഷിച്ചു. അതിന് പുറമെയാണ് ഡെസേർട്ട്, ഐസ്ക്രീം, കസാട്ട ഉണ്ടായിരുന്നു, ഐസ്ക്രീമും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷിച്ചു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്നുള്ളതാണ് കാണിച്ചത്. ഈ ന്യൂ ഇയറിന് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം.